അപ്പോളേ നിങ്ങളൊക്കെ അറിഞ്ഞില്ലേ, മുസ്ലിം ലീഗിനെ സംവാദത്തിന് വെല്ലുവിളിച്ചിരിക്കുകയാണ് ഒരാൾ. അത് കേട്ട് മുസ്ലിം ലീഗിൻ്റെ നേതാക്കളൊക്കെ പേടിച്ച് വറച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. പാർട്ടി അണികളൊക്കെ വലിയ സമ്മർദ്ദത്തിലായി നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ഈ വെല്ലുവിളി സ്വീകരിച്ച് ആ വെല്ലുവിളി ഏറ്റെടുത്തൊരു സംവാദം നടന്നാൽ ലീഗ് ജയിക്കുമോ തോൽക്കുമോ എന്നൊക്കെയുള്ള ആ ഒരു ഭയപ്പാടിലാണ് ലീഗുകാർ. അപ്പോൾ ആരാണ് വെല്ലുവിളിച്ചത്, ആളെ പേരും നാടും ഒന്നും ഞാൻ പറയണില്ല, വേണമെങ്കിൽ ഒരു ക്ലൂ തരാം. ഇയാൾ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ആ മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്നു. പലപ്പോഴും ഇയാൾ ആ മന്ത്രിസ്ഥാനം കിട്ടിയതിന് ശേഷം ഇയാൾ പലപ്പോഴും ലീഗിനെ വെല്ലുവിളിക്കുമായിരുന്നു. പാണക്കാട്ട് തങ്ങളല്ല എനിക്ക് മന്ത്രിസ്ഥാനം തന്നത്, AKG സെൻറ്ററിൽ നിന്നാണ് എന്ന് വരെ ഇദ്ദേഹം പറഞ്ഞിരുന്നു. പിന്നെ ഇദ്ദേഹം മന്ത്രിസ്ഥാനത്തിരുന്നു കൊണ്ട് സ്വജനപക്ഷപാത തട്ടിപ്പ് നടത്തിയിരുന്നു. അതിൻ്റെ പേരിൽ യൂത്ത് ലീഗ് നിയമ പോരാട്ടം നടത്തി ഇദ്ദേഹത്തെ മന്ത്രിസ്ഥാനത്ത് നിന്ന് തെറിപ്പിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ എല്ലാ രേഖകളും കറ്റത്തും കഴുത്തിലുമൊക്കെ ആയിട്ട് സംവാദത്തിനായി റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ ഒരു ക്ലൂ കൂടി തരാം, അപ്പോൾ നിങ്ങൾക്ക് ആളെ മനസ്സിലാവുമല്ലോ. അത് ഇതാണ്.